നമസ്കാരം, ബിസിനസ് സ്റ്റാറിലേക്ക് സ്വാഗതം. ഇന്ന് ബിസിനസ് സ്റ്റാറുമായി ഞങ്ങൾ എത്തിയിരിക്കുന്നത് കാസർഗോഡ് ജില്ലയിലെ ഉപ്പള എന്ന പട്ടണത്തിലാണ്. ഇന്ന് പറയാൻ പോകുന്നത് പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് വളരെ താല്പര്യവും കൗതുകവുമുള്ള ഒരു കാര്യമാണ്. കാസർഗോഡ് ജില്ലയിലെ ഉപ്പളയിലെ ഏറ്റവും പ്രമുഖവും പ്രശസ്തവും വിശ്വസനീയവുമായ സ്വർണ്ണ വ്യാപാര സ്ഥാപനമായ രാജധാനി ജ്വല്ലേഴ്സിൻ്റെ പ്രൊപ്രൈറ്റർ ഷുക്കൂർ ഹാജി സാറാണ് നമ്മോടൊപ്പം ഇന്ന് എത്തിയിരിക്കുന്നത്. നമസ്കാരം, സ്വാഗതം ചെയ്യുന്നു. ഒരു സ്വർണ്ണ വ്യാപാരിയുടെ തിരക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ആ തിരക്കിനിടയിലും നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി അരമണിക്കൂർ നീക്കി വെച്ചതിന് ഞാൻ നന്ദി ആദ്യമേ അറിയിക്കുന്നു. താങ്ക് യു. ഇനി നമുക്ക് കുറച്ച് പഴയ കാലത്തിൽ നിന്നൊക്കെ ഇങ്ങോട്ട് വരാം. ഈ ഒരു ബിസിനസ്സിലേക്ക് വരുന്നതിന് മുമ്പുള്ള കാലഘട്ടം ഒന്ന് അനുസ്മരിക്കാൻ കഴിയുമോ? ബിസിനസ്സിലേക്ക് വരുന്നതിന് മുമ്പ് 1991 മുതലാണ് ഈ ബിസിനസ് രംഗത്തേക്ക് വന്നത്. അതിനു മുമ്പ് മറ്റ് മലഞ്ചരക്ക് വ്യാപാരവും എല്ലാമായി വയനാട്ടിൽ തന്നെ. വയനാടാണ് വീട്. ഇപ്പോൾ ഒരു ടെമ്പററി ആയിട്ട് ഇവിടെ താമസിക്കുന്നത് മാത്രം. വയനാട്ടിലാണ് താമസവും കാര്യങ്ങളൊക്കെ. ഈ മലഞ്ചരക്ക് വ്യാപാരവും ഒക്കെ വളരെ അതിൽ നിന്നും ഈ സ്വർണത്തിലേക്ക് തിരിയാനുണ്ടായിരുന്ന ഒരു കാരണം, പ്രത്യേകിച്ച് ഈ പ്രദേശത്ത് വന്നപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു ജ്വല്ലറിക്ക് സാധ്യത ഉണ്ട് എന്ന് കണ്ട് എൻ്റെ മെയിൻ പാർട്ണർ നാസറാജിയൊക്കെ ആയിട്ട് വന്നപ്പോൾ, അപ്പോൾ ഇവിടെ വന്ന് ഈ നാടുമായിട്ട് ഇഷ്ടപ്പെട്ട് ഒരു 10 വർഷത്തോളമായി ഇവിടെ താമസിക്കുന്നപ്പോൾ ഈ നാട്ടിലുള്ള ജനങ്ങളുടെ ഒരു സഹകരണവും അവരുടെ ഒരു വിശ്വാസം അർപ്പിച്ചിട്ടുണ്ട് ഞങ്ങൾ. അതൊക്കെ ആകുമ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടുന്ന് വിട്ടുപോകാൻ പറ്റാത്തൊരവസ്ഥയിൽ ആ വ്യാപാരം തുടർന്നു പോകുന്നു. കർണാടകയിലെ ചില ഭാഗങ്ങളിലൊക്കെ ഞങ്ങളെ ചെറിയ ചെറിയ ജ്വല്ലറികളുണ്ട്. വലിയ സ്ഥാപനമല്ലെങ്കിലും വിശ്വാസത്തിൽ മുൻപന്തിയിൽ രാജധാനി ജ്വല്ലറി തന്നെയാണെന്ന് നിലകൊള്ളുന്നത്. അതുകൂടെ വയനാട്ടിൽ ജനിച്ച് വളർന്ന അങ്ങേക്ക് കാസർഗോഡിനോടുള്ളൊരു ഇഷ്ടം എന്തായിരുന്നു? കാസർഗോഡേക്ക് വരാനുണ്ടായ ഞാൻ ഈ ജ്വല്ലറി ഫീൽഡിൽ ആദ്യമായി വന്നപ്പം തന്നെ കാസർഗോഡ് ജില്ലയിലാണ് വന്നത്. കാഞ്ഞങ്ങാടാണ് നമ്മൾ ആദ്യമായിട്ട് ഇതിൻ്റെ പ്രാരംഭമായി ജ്വല്ലറി ഫീൽഡിലേക്ക് വന്നത്. അതിനുശേഷം ഒരു സുപ്രഭാതത്തിൽ ഇവിടെ വന്നപ്പോൾ ഉണ്ടായ ഒരു താല്പര്യം ഇവിടെ ജ്വല്ലറി, കാരണം ഈ പ്രദേശത്തുള്ള ആളുകൾ പ്രത്യേകിച്ച് മുസ്ലിങ്ങൾ സ്വർണം കൂടുതലായി ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഈ ബിസിനസ്സിന് പറ്റിയ മേഖലയാണ് ഇവിടെ എന്ന് കണ്ടതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. ഇനി നമുക്ക് രാജധാനി ജ്വല്ലറിയെ കുറിച്ച് തന്നെ സംസാരിക്കാം. എന്തൊക്കെയാണ് രാജധാനി ജ്വല്ലറിയുടെ പ്രത്യേകതകൾ? ഞങ്ങൾക്ക് ഏറ്റവും വലിയ മുതൽക്കൂട്ട് എന്ന് പറയുന്നത് ഇവിടുത്തെ ഞങ്ങളുടെ കസ്റ്റമേഴ്സാണ്. അപ്പോൾ അവരുടെ എല്ലാ സുഖത്തിലും ദുഃഖത്തിലും പങ്കുചേർന്നുകൊണ്ടും അതുപോലെ തന്നെ അവർക്ക് കൂടുതൽ പ്രാധാന്യം, അതാണ് ഞങ്ങളുടെ മുഖമുദ്ര. അവരുമായിട്ടൊപ്പം മിങ്കിൾ ചെയ്ത് അവരുടെ എല്ലാ പ്രശ്നത്തിലും ഇടപെട്ട്, അതുപോലെ തന്നെ വിശ്വാസം. കാരണം ഞാൻ അന്യനാട്ടിൽ നിന്ന് വന്ന് ഇവിടെ സെറ്റിൽ ആയ ഒരാൾ എന്നുള്ളൊരു പരിഗണന ഒരിക്കലും ഇവിടുത്തെ ജനങ്ങൾ കണ്ടിട്ടില്ല. ഇവിടുത്തെ ആളായി ഇവിടുത്തെ ഒരു എല്ലാ മേഖലയിലും പ്രവർത്തിക്കുന്നുണ്ട്. ഈ റിലീഫ് മേഖലയിലും കഴിഞ്ഞ വർഷം തന്നെ ഞങ്ങളൊരു 10 കുട്ടികളുടെ കല്യാണം, ഇവിടെ 7 കുട്ടികളുടെ സമൂഹ വിവാഹം നടത്തിയിട്ടുണ്ട്. അതിൻ്റെ ഒരു കൺവീനർ കൂടിയാണ് ഞാൻ. കാരണം ഞാൻ പുറത്തു നിന്ന് വന്ന ഒരാളെ ഇതൊക്കെ ഏൽപ്പിക്കാൻ ഇവിടുത്തെ നാട്ടുകാർ സന്നദ്ധത കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അത് തന്നെയാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ വിശ്വാസം. അതുപോലെ ഈ സ്വർണം എന്ന് പറയുന്നത് നമുക്ക് സംസാരിച്ചിരിക്കാൻ ലോകത്തെ ഏറ്റവും മഹത്തരവും വിലയേറിയതും ഒരിക്കലും മങ്ങാത്തതുമായ ഒരു വസ്തുവിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ സ്വർണത്തിൽ കാലാകാലങ്ങളായി ചില വകഭേദങ്ങൾ വന്നു. 24 ക്യാരറ്റായിരുന്നു ഒരിക്കൽ ഏറ്റവും മഹത്തരമായ സ്വർണം. ഇപ്പോൾ അടുത്ത കാലത്തല്ല, കുറേ കാലമായി 916 എത്തിയിട്ടുണ്ട്. ഇതെന്താണ് അതിൻ്റെയൊക്കെ ഒരു വ്യത്യാസവും അതിനെക്കുറിച്ചൊന്ന് പറയാം. 24 ക്യാരറ്റ് എന്ന് പറയുന്നത് സ്വർണ്ണമല്ല, ശരിക്കും തങ്കമാണ്. 24 ക്യാരറ്റ് സ്വാഭാവികമായിട്ടും അതിൽ ആഭരണങ്ങൾ നമുക്ക് നിർമ്മിക്കാൻ സാധിക്കില്ല. അപ്പോൾ ഈ ഗോൾഡിൽ, തങ്കത്തിൽ നമ്മൾ സ്വാഭാവികമായിട്ടും കോപ്പർ ചേർത്ത് 916 ആക്കുകയാണ്. 916 എന്ന് ഉദ്ദേശിക്കുന്നത് 100%, 99.99 ആണ് തങ്കം. ഈ തങ്കത്തിൽ നമ്മൾ കോപ്പർ ചേർത്ത് അത് 916 ആക്കും. അപ്പോൾ അതിൻ്റെ
ഇത് കുറച്ച് കൊണ്ടുവന്ന് ആഭരണം ഉണ്ടാക്കാനുള്ള ഒരു രീതിയിലേക്ക് അതിനെ മാറ്റുന്നതുമാണ് 916 എന്ന് പറയുന്നത്. സ്വർണത്തിൻ്റെ ഏറ്റവും വലിയ ആരാധകരെന്ന് പറയുന്നത് ഏത് മതവിഭാഗമായിരുന്നാലും സ്ത്രീകളാണ്. ഈ പുരുഷന്മാരെ ആകർഷിക്കാനായിട്ട് ഇപ്പോഴും സ്വർണ വ്യാപാരികൾ ഇങ്ങനെ തയ്യാറാവുന്നുണ്ടായിരിക്കാം. എങ്കിലും വലിയ പരസ്യങ്ങളൊന്നും പുരുഷന്മാരെ ലക്ഷ്യം വെച്ച് വരുന്നില്ല. അതെന്താണ്? സാധാരണഗതിയിൽ സ്ത്രീകളാണല്ലോ ഈ അണിഞ്ഞൊരുങ്ങി നടക്കുന്ന വിഭാഗങ്ങൾ സ്ത്രീകളാണല്ലോ. പക്ഷെ ഇന്ന് സ്വാഭാവികമായിട്ടും എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഇന്നത്തെ യുവതയെ കണ്ടാൽ സ്വാഭാവികമായിട്ടൊരു 10 വർഷം കൊണ്ട് ഇവർ സ്വർണം ധരിച്ചു പോകുമോ എന്ന് നിനക്ക് അവരുടെ വസ്ത്രധാരണത്തിലൊക്കെ മാറ്റം വരുന്നുണ്ട്. പിന്നെ ജ്വല്ലറി വിഭാഗങ്ങളൊക്കെ സ്വാഭാവികമായിട്ടും ഇന്ന് വാച്ചിൻ്റെയും അതുപോലെ ഡയമണ്ട് സെക്ഷനിലൊക്കെ പിന്നെ റിങ്ങുകളും അതുപോലെ വില കൂടിയ വാച്ചുകളൊക്കെ വ്യാപാരികൾ ആകർഷിച്ചു വരുന്നുണ്ട്.